ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ. സോ ഞാൻ ഇന്ന് ലൈവിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ ലൈവിൽ വന്നില്ല, മടിയാണ് ആൻഡ് തിരക്കുണ്ടായിരുന്നു എന്നുള്ളത്. സോ അതൊരു എക്സ്ക്യൂസ് മാത്രമല്ല അല്ലേ ലൈവിൽ വരാതിരിക്കുന്നത്. ലൈവിൽ വരുന്നത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഞാൻ എന്നെ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്തതാണ്. ഞാൻ വളരെ എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാൻ കുറച്ച് ടൈം എടുക്കും എനിക്ക്. കാരണം ഞാൻ ഇത്രയും കാലം ഉണ്ടായിരുന്നത് എൻ്റെ വളരെ കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെയും. കാരണം ഈവൻ ഒരു വലിയൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ അമ്മ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, അതിപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാവട്ടെ, ഓക്കെ എൻ്റെ ഫ്രണ്ട്സ് അത്രയും അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അമ്മ ഇല്ലാതെ എനിക്ക് പോകാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. ഓക്കെ അമ്മ ഉണ്ടല്ലോ, കംഫർട്ടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഐ എം കംഫർട്ടബിൾ. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോകാനോ, ഇവിടെ തന്നെ ഇപ്പം ഏട്ടൻ 15 ഡേയ്സ് ക്യാമ്പിലും 15 ഡേയ്സ് ഓഫും ആണ്. സോ ആ 15 ദിവസം ഇവിടെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ പുറത്തിറങ്ങൂല. ഏട്ടൻ ഉണ്ടെങ്കിലാണ് ഞാൻ കംഫർട്ടബിൾ. ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് ആയിരിക്കും എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് ഞാനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഇൻട്രോവേർട്ട് ഇൻ ദ സെൻസ് എപ്പോഴും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ആളെന്നല്ല ഇൻട്രോവേർട്ടിന്റെ അർത്ഥം. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഔട്ട് ഗോയിങ് അല്ല. ഞാൻ ആണ് എപ്പോഴാ ഞാൻ ആ കംഫർട്ട് സോണിലുള്ളപ്പോൾ. അതെപ്പോഴാവുക ഇവിടെ, എസ്പെഷ്യലി ഏട്ടനുള്ളപ്പോൾ, ഇല്ലെങ്കിൽ എൻ്റെ അമ്മയുള്ളപ്പോൾ. ഇപ്പം എൻ്റെ കുട്ടികളുണ്ടെങ്കിലും ഐ എം ഓക്കെ. അതർവൈസ് ഞാൻ ഭയങ്കര ഒരു ആ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. സോ ഞാൻ എൻ്റെ ആ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് എവ്രി ഡേ ഒരു കുറച്ച് കാലത്തേക്ക് ലൈവിൽ വരണം എന്നുള്ളത്. മനസ്സിലായോ? കാരണം ഇല്ലെങ്കിൽ ഞാൻ ആ മടി പിടിച്ച് ആ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് ഞാനിപ്പോൾ എൻ്റെ വർക്ക് ചെയ്യുവാണെങ്കിലും എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഡാൻസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന വർക്ക് പ്രൊഫഷണലി ഐ എം ആൻ ആക്ട്രസ് അല്ലേ. അപ്പോൾ ഞാൻ അഭിനയിക്കുന്നതാണെങ്കിലും ഒക്കെ ഞാൻ ഭയങ്കര കംഫർട്ടിലായിരുന്നു. അപ്പോൾ വൺസ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോഴാണ് ഇപ്പം ഞാൻ അഫ്കോഴ്സ് ഇറ്റ് ഈസ് ദ കംഫർട്ട് സോൺ. ഞാൻ എൻ്റെ ഭയങ്കര കംഫർട്ടായിട്ട് എൻജോയ് ചെയ്യുന്ന ഒന്നാണ് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. കാരണം പുതിയൊരു സ്ഥലമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പുതിയൊരാളെ കാണുന്ന പോലെ തന്നെയാണ് എൻ്റെ ബിസിനസ് എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം അതെനിക്ക് പുതിയൊരു മേഖലയാണ്, പുതിയ ആളുകളാണ്, ഇല്ലെങ്കിൽ പുതിയൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു സ്ഥലമാണ്. ഞാനും ബിസിനസ്സുമായിട്ടൊരു ബന്ധം